വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ മിസ് ഒരു കുഞ്ഞു കാര്യം പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. നമ്മൾ എല്ലാവരും പഠിച്ച കാര്യമാണ് നമ്മുടെ ചുറ്റളവ് അഥവാ നമ്മുടെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 4ാം ക്ലാസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ട് അടിപൊളിയായിട്ട് പാസ്സായിട്ട് വന്ന മക്കളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് പെരിമീറ്റർ എന്താണെന്ന് അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ. ഇല്ലെങ്കിൽ മിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരാം. പെരിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നീളവും അതേപോലെ നമ്മുടെ വീതിയും തരികയാണെങ്കിൽ നമ്മുടെ പെരിമീറ്റർ ഒരു ഫോർമുല ഉണ്ട്. പക്ഷെ എന്താണ് പെരിമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലവർക്കും സംശയം ഉണ്ടാവും അല്ലെ. പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതാ ഈ ഒരു ചുറ്റളവ്, ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റുമുള്ള ഈ ഒരു അളവിനെയാണ് നമ്മൾ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ നോക്കിക്കേ, നമുക്കിപ്പോ ഒരു നൂല് കൊണ്ട് ഇത് ഫുള്ള് നമ്മളൊരു നൂല് കൊണ്ട് കവർ ചെയ്യാൻ പോകണം. ഇതിന്റെ എൻഡ്സ്, അതായത് ഇതിന്റെ ബോർഡറുകൾ അഥവാ ബൗണ്ടറികൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഒരു നൂല് കൊണ്ട് നമ്മൾ വെക്കാൻ പോകണം. ഒരു നൂല് കൊണ്ട് വെക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏത് നൂല് വേണം? നീല നൂല് നിങ്ങൾ വിചാരിച്ചോ. നീല അല്ലെങ്കിൽ വയലറ്റ് നൂല് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കവർ ചെയ്യാം. അല്ല വേണ്ട, നീല തന്നെ ഇടുന്നോട്ടെ. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 5 സെന്റിമീറ്റർ ഈ ഒരു നൂല് കൊണ്ട് കവർ ചെയ്തു. ഇവിടെ 5 സെന്റിമീറ്റർ അല്ലേ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എത്ര സെന്റിമീറ്റർ ആണ്? 3 സെന്റിമീറ്റർ. കാരണം എന്താണ്, നമ്മുടെ റെക്റ്റാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്, എതിർവശങ്ങൾ തുല്യമാണ്. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെന്റിമീറ്റർ, ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെന്റിമീറ്റർ. അപ്പൊ എത്രയായി? 5 സെന്റിമീറ്റർ പ്ലസ് 3 സെന്റിമീറ്റർ പ്ലസ് 5 സെന്റിമീറ്റർ. വീണ്ടും ഇതാ ഇത് 5 അല്ലേ. 5 സെന്റിമീറ്റർ പ്ലസ് 3 സെന്റിമീറ്റർ അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ കണ്ടുപിടിക്കുക അല്ലെ. അതായത് 5 + 3 എന്ന് പറയുന്നത് 8, വീണ്ടും 5 + 3 8, 8ഉം 8ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 16 അഥവാ 16 സെന്റിമീറ്റർ ആണ് എന്ന ആൻസർ കിട്ടും. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു കുഞ്ഞു ഫോർമുലയൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഫോർമുല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്തായിരുന്നു നമ്മുടെ ഫോർമുല? മിസ്സേ, നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് 2 ഗുണം പെരിമീറ്റർ = 2 ഗുണം 2 × L + B അല്ലെ. നീളവും വീതിയും നമ്മൾ കൂട്ടും, നീളവും വീതിയും നമ്മൾ കൂട്ടും, അതിനോട് നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് ഗുണിക്കും. അപ്പൊ ഇവിടെ നീളവും വീതിയും എന്തൊക്കെയാണ്? നീളം 5 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ. 5 + 3 എത്രയാടാ? 8. 2 ഗുണം 8 എന്ന് പറയുന്നത് 16 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ ഇതാ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ നീളവും വീതിയും എത്രയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതാ ഇവിടെ നീളം വീതിയല്ല, നമ്മുടെ പെരിമീറ്റർ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, അഥവാ ചുറ്റളവാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററും 6ഉം 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? നീളം വീതിയും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഗുണിക്കുക. എത്രയല്ലേ ചെയ്യാനുള്ളത്? 6ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. 2 × 9 എത്രയാണ്? 18 ആണ് മിസ്സേ. സോ 18 സെന്റിമീറ്റർ അഥവാ 18 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടും. അടുത്ത് നോക്കിക്കേ, 13 സെന്റിമീറ്ററും 7 സെന്റിമീറ്ററും. 13ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 13ഉം 7ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടും അല്ലേ. സോ 2 × 20 എന്ന് പറയുന്നത് 40 സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ വേണ്ടി. അടുത്തതോ 6ഉം 6ഉം, അതായത് 2 ഗുണം 6 + 6 എത്രയാണ്? 12 ആണ് അഥവാ 12 ആണ്. 2 × 12 എന്ന് പറയുന്നത് 24 ആണ്, 24 സെന്റിമീറ്റർ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 25 മീറ്ററും 15 മീറ്ററും. 25ഉം 15ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 25ഉം 15ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 40 കിട്ടും. സോ 2 × 40 എന്ന് പറയുന്നത് 80 സെന്റിമീറ്റർ. സെന്റിമീറ്റർ അല്ല, ഇവിടെ മീറ്റർ ആണ് അല്ലെ. 80 മീറ്റർ ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾ പറയാ 34 മീറ്ററും 16 മീറ്ററും ഇതിന്റെ പെരിമീറ്റർ, ലെങ്ത് ഇതും ബ്രെഡ്ത്ത് ഇതുമാണെങ്കിൽ ഇതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എത്രയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇതേപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്ററിന്റെ ലൈവുമായിട്ട്, റെക്ടാങ്കിൾ മാത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ലൈവുമായിട്ട് മിസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും കാത്തിരിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ചാച്ചാ ബൈ.